ഈശോയുടെ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കട്ടെ. കർത്താവിൻ്റെ വചനം നമ്മുടെ ഇടയിൽ ലഭിച്ചതുപോലെ മറ്റെല്ലായിടത്തും പ്രചാരവും മഹത്വവും ലഭിക്കുന്നതിനും അതുവഴി സർവശക്തനായ ദൈവം മഹത്വപ്പെടുവാനും ഇടയാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ ഈ തിരുവചനങ്ങൾ ഓരോന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുമ്പോൾ അവിടുത്തെ നാമം നമ്മൾ വഹിക്കുന്നവരായിട്ട് മാറുകയാണ്. നിയമാവർത്തനത്തിൻ്റെ പുസ്തകം 28-ാം അധ്യായം 10-ാം വാക്യത്തിൽ കർത്താവിൻ്റെ നാമം നീ വഹിക്കുന്നത് കാണുമ്പോൾ ലോകത്തിലുള്ള സകല മനുഷ്യരും നിന്നെ ഭയപ്പെടും. ഈശോയുടെ നാമം വഹിക്കുമ്പോൾ ആ സർവശക്തനായ ദൈവത്തിൻ്റെ നാമം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ, ആ നാമം നമ്മളിൽ വസിക്കുമ്പോഴാണ് സത്യവും നീതിയും വിശുദ്ധിയും പരിശുദ്ധിയും ഒക്കെ നമ്മളിൽ നിലനിൽക്കുക. ദൈവത്തിൻ്റെ ഓരോ വചനങ്ങളും നമ്മൾ അനുസരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ സത്യം, ദൈവത്തിൻ്റെ ജ്ഞാനം ഇവയെല്ലാം നമ്മളിൽ വന്ന് വാസമർപ്പിക്കുക. യെശയ്യാ പ്രവാചന പുസ്തകം 11-ാം അധ്യായം 2-3 തിരുവചനത്തിൽ കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭയത്തിൻ്റെയും ആത്മാവ്. ഈ പരിശുദ്ധാത്മാവാണ് നമ്മളുടെ മേൽ ആവസിക്കേണ്ടത്. ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങൾ, ആത്മാവിൻ്റെ വസന്തകാലം എന്ന് അറിയപ്പെടുന്ന ഈശോയുടെ ഈ പീഡാനുഭവ ധ്യാനങ്ങൾ, ഈശോയുടെ ഈ പീഡാനുഭവത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ആത്മാവിന് ഏറ്റവും ആശ്വാസം കിട്ടുന്ന സമയങ്ങളാണ്. അതുപോലെ പാപങ്ങൾ ഏറ്റവും ക്ഷമിക്കപ്പെടുന്ന ഒരു അവസരമാണ് ഈശോയുടെ പീഡാസഹന വേളകളെക്കുറിച്ച് ഓരോ വർഷങ്ങളിലും നമ്മൾ ധ്യാനിക്കുമ്പോൾ. നമ്മുടെ തിരുസഭ നമുക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ് ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹ കാലത്ത് പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. ഈ ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുക എന്നുള്ള ഏറ്റവും വലിയ രഹസ്യമാണ് പെസഹ കാലത്തിൻ്റെ രഹസ്യം. അനേകർ പ്രാർത്ഥിക്കുന്ന സമയങ്ങൾ, അനേകർ അനുതാപത്തിലേക്ക് വരുന്ന സമയങ്ങൾ, അനേകരുടെ ഹൃദയങ്ങൾ ദൈവസന്നിധിയിലേക്ക് തിരിയുന്ന സമയങ്ങൾ. ഈ സമയങ്ങളിൽ കൂടുതൽ നവീകരിക്കപ്പെടുവാൻ, വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന ചില അവസരങ്ങളാണ് കർത്താവിൻ്റെ പീഡാസഹനങ്ങൾ. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ എപ്പോഴും തുടർന്നുകൊണ്ട് പോകേണ്ട ഒരു പ്രക്രിയയുമാണ്. പക്ഷേ മനുഷ്യരായ നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ആ ദൈവസാന്നിധ്യം തിരിച്ചറിയുവാനോ ഈശോയെക്കുറിച്ച് മനസ്സിലാക്കുവാനോ നമുക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ് നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ആ പീഡാസഹനത്തെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുവാൻ സഭാ മാതാവ് നമ്മളെ കൂടെ ഓർമ്മിപ്പിക്കുക. വിശുദ്ധ പത്രോസിൽ കൂടെ ദൈവം അരുളി ചെയ്യുന്നുണ്ട്. 2 പത്രോസ് 1:12 തിരുവചനത്തിൽ ഈ കൂടാരത്തിൽ ആയിരിക്കുന്നിടത്തോളം കാലം എപ്പോഴും നിങ്ങളെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഓർമ്മപ്പെടുത്തലിലൂടെ നമ്മുടെ മനസ്സിനെ, നമ്മുടെ ഹൃദയത്തെ പരിശുദ്ധാത്മാവ് ഉണർത്തുകയാണ്. വിശുദ്ധ പത്രോസിനെ ദൈവം ഏൽപ്പിച്ച വലിയ ശുശ്രൂഷയാണ്. സ്വർഗരാജ്യത്തിൻ്റെ താക്കോലുകൾ ഞാൻ നിനക്ക് തരും. അനുതാപമാകുന്ന ഈശോയെ തന്നെ ഈശോ വിശുദ്ധ പത്രോസിന് വെളിപ്പെടുത്തുകയാണ്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 13-20 വരെയുള്ള തിരുവചനത്തിൽ നമുക്ക് ഈ അനുതാപം ലഭിക്കുന്നത് എപ്പോഴാണ്? വിശുദ്ധ പത്രോസ് ശ്ലീഹ ഈശോയെ ഏറ്റുപറയുകയാണ്. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. ഈശോ കേസരിയ ഫിലിപ്പി പ്രദേശത്ത് എത്തിയപ്പോഴാണ് ശിഷ്യന്മാരോട് ചോദിക്കുക. ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് നമ്മളെ ചരിത്രം പഠിപ്പിക്കുന്നുണ്ട്. വളരെയേറെ വിഗ്രഹാരാധന നിറഞ്ഞു നിന്ന ഒരു സ്ഥലമാണ് കേസരിയ ഫിലിപ്പി പ്രദേശം. അവിടെ എത്തുമ്പോൾ നമുക്കറിയാം ഈ അന്തരീക്ഷത്തിന് ഒരു അധീശനുണ്ട്. ആ അന്തരീക്ഷത്തിൻ്റെ ശക്തി പലപ്പോഴും നമ്മളെ ബ്ലൈൻഡ് ആക്കുന്നത് കൊണ്ടാണ് നമ്മൾ ആ അന്തരീക്ഷത്തിലേക്ക് പലപ്പോഴും മാറിപ്പോവുക. ക്രിസ്തുവിൻ്റെ സുവിശേഷം പല സ്ഥലങ്ങളിലും പ്രഘോഷിക്കപ്പെടാനും ഒക്കെ തടസ്സപ്പെടുത്തുന്നത് ഈ അന്തരീക്ഷത്തിൽ ഉള്ള അശുദ്ധ ശക്തികളുണ്ട്, അരൂപികളുണ്ട്. എഫെസസ് 2:2 വിശുദ്ധ പൗലോസിനെ വെളിപ്പെടുത്തുന്നുണ്ട്. ഓരോ പ്രദേശത്തിനും ഓരോ സ്ഥലത്തിനുമൊക്കെ ഓരോ അധീശൻ ഉണ്ട് എന്നുള്ള കാര്യം. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ 12-14 വരെയുള്ള തിരുവചനത്തിലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് ഓരോ പ്രദേശത്തിൻ്റെ അരൂപികളെ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ഈശോ ചോദിക്കുക,
ഞാൻ ആരെന്നാണ് ജനങ്ങൾ പറയുന്നത്? ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്. അപ്പോൾ പലരും പല ആൻസറും പറയുകയാണ്. ആ അവിശ്വാസികളുടെ ഇടയിൽ നിന്നുകൊണ്ട്, ആ അവിശ്വാസികളുടെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ടാണ് വിശുദ്ധ പത്രോസ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട്, ഈശോ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്. നമ്മുടെ ജീവിതത്തിലും ഈ പ്രത്യാശ നഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ, അവിശ്വാസം നമ്മളിൽ സംഭവിക്കുന്ന സമയങ്ങളിൽ ഒക്കെ നമ്മളായി ഈശോയെ ഏറ്റുപറയാനായിട്ടൊരു മനോഭാവം നമ്മളിലുണ്ടെങ്കിൽ, ആ അവിശ്വാസത്തെ തരണം ചെയ്തുകൊണ്ട് വിശ്വാസത്തിൽ നമ്മൾ ശക്തി പ്രാപിക്കുമ്പോഴാണ് ആ അന്തരീക്ഷത്തിൽ ദൈവപുത്രൻ്റെ സാന്നിധ്യം നമ്മിൽ, നമ്മുടെ കുടുംബത്തിൽ ദൈവപുത്ര സാന്നിധ്യം ഉണ്ടാകുക. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായം 9, 10, 11 നമ്മൾ പറയുന്നുണ്ട്, ആകയാൽ യേശു കർത്താവാണെന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. നമ്മൾ അധരങ്ങൾ കൊണ്ട് ഏറ്റുപറഞ്ഞു യേശു കർത്താവാണ് എന്നുള്ള ആ വിശ്വാസ സത്യം, ഇതിലൂടെ പത്രോസ്ലീഹായെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട്, താക്കോലുകൾ ഏൽപ്പിച്ചുകൊണ്ട്, ഈശോയാകുന്ന ആ അനുതാപത്തെ ഏൽപ്പിച്ചുകൊണ്ട്, ആ നമ്മുടെ ആദ്യത്തെ മാർപ്പാപ്പായായ വിശുദ്ധ പത്രോസ്ലീഹായെ കൂടെ തന്നെ ഓർഡർ ആയിട്ട് തന്നെ നമുക്ക് മാർപ്പാപ്പന്മാരെ തന്നുകൊണ്ട് ശാന്തതയിലും വിധേയത്വത്തിലും എല്ലാം വളർത്തിക്കൊണ്ട് വരുന്ന ആ ഒരു ഓർഡർ സ്വീകരിച്ചതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈശോ പത്രോസിനോട് പറഞ്ഞു, ഈ പാറമേൽ എൻ്റെ സഭ ഞാൻ സ്ഥാപിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ സഭ പഠിപ്പിക്കുന്ന സത്യങ്ങൾ നമ്മൾ ഹൃദ്യമായി സ്വീകരിക്കുമ്പോൾ അവിടെ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സത്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സത്യപ്രബോധനത്തെ നമ്മൾ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ആ വിശുദ്ധ പത്രോസിൻ്റെ ചൈതന്യത്തിലേക്ക് നമ്മൾ വരിക. ഇതിലൂടെയാണ് നമുക്ക് ആ കുമ്പസാരം എന്ന കൂദാശ ലഭിക്കുക. നീ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിക്കപ്പെട്ടിരിക്കും. പാപങ്ങൾ ഏറ്റുപറയുന്നവർക്കാണ് മാപ്പ് ലഭിക്കുക. അത് നമ്മൾ നേരിട്ട് ദൈവത്തോട് പറയുന്നതിലല്ല കാര്യം, നമ്മൾ ഏറ്റുപറയുന്നതിലൂടെ ഈശോയുടെ സാന്നിധ്യമാണ് നമ്മൾ അനുഭവിക്കുക. അതുകൊണ്ടാണ് ഈ ആണ്ടിൽ ഒരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹ കാലത്ത് പരിശുദ്ധ കുർബാനയൊക്കെ നമ്മളോട് സ്വീകരിക്കണം എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുക. ഏത് മാരക പാപിയോടും കർത്താവ് ഏറ്റവും അധികം ക്ഷമിക്കുന്ന അവസരങ്ങളാണ് പെസഹ കാലം. ജ്ഞാനസ്നാനത്തെ നവീകരിക്കുന്ന അവസരങ്ങളാണ് നമ്മുടെ ഈ പെസഹ ദിന അവസരങ്ങളൊക്കെ. അതിലൂടെ വീണ്ടും വീണ്ടും നമ്മൾ റീഫ്രഷ് ചെയ്ത് വരും. അപ്പോൾ ഈശോയുടെ ഒരു സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കാൻ വിശുദ്ധ പത്രോസ്ലീഹായുടെ മധ്യസ്ഥം, അനുതാപത്തിലൂടെ തിരിച്ചു വന്ന വിശുദ്ധ പത്രോസിൻ്റെ മധ്യസ്ഥം നമുക്ക് ഈ ദിവസങ്ങളിലൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. കാരണം വിശുദ്ധ പത്രോസ്ലീഹ ഈശോയോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, എവിടെയൊക്കെ പോകേണ്ടി വന്നാലും നിൻ്റെ കൂടെ മരിക്കാൻ പോലും ഞാൻ തയ്യാറാണ് എന്ന് ഈശോയോട് പറഞ്ഞ വ്യക്തി അടുത്ത നിമിഷത്തിൽ ഈശോയെ തള്ളി പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 54 തൊട്ട് 62 വരെയുള്ള തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ്ലീഹ ഈശോയെ തള്ളി പറയുകയാണ്. അതുവരെ ഈശോയോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. നമ്മളും ഇതുപോലെ തന്നെയാണ്. ഈശോയോട് പല വാഗ്ദാനങ്ങളും നമ്മൾ നടത്തും. നമുക്ക് അവസരം വരുമ്പോൾ, നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ ഈശോയെ ഒന്ന് ഏറ്റുപറയുവാനോ ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനോ നമ്മൾ പ്രാധാന്യം കാണിക്കാറില്ല. അവിടെ നമ്മൾ ലോകത്തിൻ്റെ മുഖമാണ് പലപ്പോഴും നോക്കുക. അതിൽ പത്രോസ്ലീഹ ഈശോയെ തള്ളി പറഞ്ഞപ്പോൾ ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ സമയത്ത് വിശുദ്ധ പത്രോസിനെ ഈശോ തിരിഞ്ഞു നോക്കുകയാണ്. 61-ാം തിരുവചനത്തിൽ പറയാണ്, കർത്താവ് പത്രോസിൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി, ഇന്ന് കോഴി കൂവുന്നതിന് മുമ്പ് 3 പ്രാവശ്യം നീ എന്നെ നിഷേധിക്കും എന്ന് കർത്താവ് പറഞ്ഞ വചനം അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു. പത്രോസ്ലീഹ ഓർക്കുകയാണ്. ഈശോ തിരിഞ്ഞു നോക്കിയപ്പോൾ അനുതാപത്തിൻ്റെ അടയാളമായി അനുതാപമായ ഈശോ, കുരിശിൽ പീഡ സഹിക്കാനിരുന്ന ഈശോ, മുറിവേൽക്കപ്പെടാനിരുന്ന ഈശോ, വിയർപ്പുകൾ രക്തത്തുള്ളികളായി മാറ്റപ്പെടേണ്ട ഈശോ,
ചെമ്മട്ടിയടിയേറ്റ് അത്രമാത്രം ദുരിതങ്ങൾ സഹിച്ച് തലേ ദിവസത്തെ മാനസിക പീഡകൾ എല്ലാം സഹിച്ച് ഈശോ വിശുദ്ധ പത്രോസിനെ തിരിഞ്ഞു നോക്കിയപ്പോൾ പത്രോസ് പൊട്ടിക്കരയാണ്. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പത്രോസ് ഓർക്കുകയാണ്. ഇത് തന്നെയാണ് നമ്മെയും ഓരോ സമയവും ദൈവം ഓർമ്മിപ്പിക്കുക. ഈശോയുടെ ഈ പീഡാസഹനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം മാംസളമായി മാറണം. കഠിനമായ നമ്മുടെ ഹൃദയത്തെ പാപം ഓരോന്നോരോന്നായി എടുത്തു മാറ്റപ്പെടാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ 15 തൊട്ട് 18 വരെയുള്ള തിരുവചനത്തിൽ ഈ ഈശോ തന്നെ ഉയർത്തെഴുന്നേറ്റ ശേഷം വിശുദ്ധ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, യോനായുടെ പുത്രനായ ശിമയോനെ, നീ ഇവരേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസ്ലിഹായി ഏറ്റേറ്റ് ദൈവത്തോട് പറയാണ്, ഉവ്വ് കർത്താവേ, ഞാനങ്ങേ സ്നേഹിക്കുന്നുവെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങനെ എത്ര പ്രാവശ്യം തള്ളിപ്പറഞ്ഞോ അത്രയും പ്രാവശ്യം ഈശോ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് ചോദിക്കുമ്പോൾ വിശുദ്ധ പത്രോസ്ലിഹ പൊട്ടിക്കരയുന്ന വിശുദ്ധ പത്രോസ്ലിഹയെ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ പത്രോസ്ലിഹ പറയാണ്, കർത്താവേ, അങ്ങ് എല്ലാം അറിയുന്നു, ഞാനങ്ങേ സ്നേഹിക്കുന്നുവെന്നും അങ്ങ് അറിയുന്നുവല്ലോ. ഹൃദയ രഹസ്യങ്ങൾ അറിയുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ തന്നെ തുറന്നു കാണിക്കുന്ന വിശുദ്ധ പത്രോസ് ഈ ഒരു അനുതാപമാണ് ഈ അവസരങ്ങളിൽ ദൈവം നമ്മളോട് ആവശ്യപ്പെടുക. കർത്താവിൻ്റെ മണവാട്ടിയായ സഭ നമ്മളോട് ആവശ്യപ്പെടുക. ഓരോ ധ്യാനങ്ങളും നമുക്ക് നൽകി നമ്മുടെ ഹൃദയത്തെ ദൈവത്തെങ്കിലേക്ക് തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധ പത്രോസ്ലിഹായുടെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകം യാചിക്കാം. കുമ്പസാരത്തിലൂടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ഈശോയെ, ഞാനങ്ങേ സ്നേഹിക്കുന്നു എന്ന് കൂടെ പറയുവാൻ പരിശുദ്ധ മറിയത്തിൻ്റെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. അമ്മേ മാതാവേ, ഈ ദിവസങ്ങളിലൊക്കെ അനുതാപത്തിൻ്റെ അടയാളമായ ഈശോയെ സ്വീകരിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രൂശിതനായ ഈശോയെക്കുറിച്ച് കൂടുതൽ ധ്യാനിക്കുന്നതിലൂടെ ഞങ്ങൾ ദൈവത്തിൻ്റെ കൃപയുടെ പാത്രങ്ങളായിട്ട് മാറുകയാണ്. വിശുദ്ധ അമ്മത്രസ്യ പുണ്യവതിയും അതുപോലെ സകല വിശുദ്ധരും അങ്ങേ അനുകരിച്ചത് ക്രൂശിതനായ ഈശോയെ സ്വന്തമാക്കിക്കൊണ്ടാണ്. അനുതാപത്തിൻ്റെ മാതൃക സ്വീകരിച്ചതുകൊണ്ടാണ് എല്ലാ വിശുദ്ധരും ഓരോ ദിവസങ്ങളിലും വിശുദ്ധരായി മാറ്റപ്പെട്ടത് അനുതാപത്തിലൂടെയാണ് എന്ന് ഞങ്ങൾ പരിപൂർണമായിട്ട് വിശ്വസിക്കുന്നു. അതിലൂടെ ഞങ്ങൾക്ക് മാംസളമായ ഹൃദയം ലഭിക്കുകയും ലോകത്തെ മുഴുവൻ വിശുദ്ധിയിലും നീതിയിലും ഭരിക്കുവാൻ കർത്താവിൻ്റെ ആത്മാവ് നമ്മിൽ വരുമ്പോൾ അവിടുന്ന് നമ്മളെ സഹായിക്കും. ദൈവിക ചൈതന്യം, രാജകീയ ചൈതന്യം, പൗരോഹിത്യത്തിൻ്റെ ചൈതന്യം, ദൈവത്തിൻ്റെ സ്വന്തം ജനം എന്ന ഐഡൻറ്റിറ്റി, ഇവയെല്ലാം നമുക്ക് ലഭിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ അനുതാപത്തിൻ്റെ ഒരു ഹൃദയം ഈ ദിവസങ്ങളിൽ നമുക്ക് സ്വന്തമാക്കുവാനും അത് തുടർന്നു കൊണ്ടുപോകുവാനും പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവീസിൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ.